ഈ ലോകത്ത് അമ്മ എന്ന് പറയുന്നതിനെ പല ഭാഷകളിലായി പറയുന്ന വേർഡ്സാണ് ഇതെല്ലാം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പല കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യർ പറയുന്ന വാക്കുകൾക്ക് എങ്ങനെയാണ് ഇത്രയും വലിയ സാമ്യം വന്നത്? ഇതെല്ലാം വെറുതെ അങ്ങ് കോയിൻസിഡൻസ് ആയി സംഭവിച്ചതല്ല. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു രഹസ്യത്തിലേക്കുള്ള കൃത്യമായ തെളിവാണ്. റോമ സാമ്രാജ്യം വെറും മൺകുടിലുകൾ മാത്രമായിരുന്ന കാലത്ത്, യൂറോപ്യന്മാർക്ക് എഴുത്തും വായനയും എന്താണെന്ന് പോലും ശരിക്കറിയാത്ത കാലത്ത്, ഇവിടെ ഭാരതത്തിൽ സമ്പൂർണമായൊരു സൂപ്പർ ഭാഷ ഉണ്ടായിരുന്നു: സംസ്കൃതം. ഇന്ന് ലോക ജനസംഖ്യയുടെ പകുതിയോളം ആളുകൾ സംസാരിക്കുന്ന ഇന്തോ യൂറോപ്യൻ ഭാഷകളുടെയൊക്കെ വേരുകൾ കിടക്കുന്നത് ഈ ഒരു മഹാഭാഷയിലാണ്. 1786 സർ വില്യം ജോൺസ് എന്നു പേരുള്ള ഒരു ബ്രിട്ടീഷ് ജഡ്ജി, അദ്ദേഹത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. പുതിയ പുതിയ ഭാഷകൾ പഠിക്കുന്നത് ഒരു ഭ്രാന്തായിരുന്നു. അങ്ങനെ അദ്ദേഹം ഇന്ത്യയിലെത്തിയപ്പോൾ വെറുതെ ഒരു രസത്തിന് സംസ്കൃതം പഠിക്കാൻ തുടങ്ങി. പക്ഷേ പഠിച്ചു വന്നപ്പോൾ അദ്ദേഹം ശരിക്കും ഞെട്ടിപ്പോയി. കാരണം സംസ്കൃതത്തിലെ വാക്കുകളും അതിൻ്റെ ഗ്രാമറും ഒക്കെ നോക്കിയപ്പോൾ അതിന് ലാറ്റിൻ, ഗ്രീക്ക് ഭാഷകളുമായി ഭയങ്കര സാമ്യം. ഇപ്പോൾ നമ്മൾ തമിഴിൽ നിന്നോ ഇംഗ്ലീഷിൽ നിന്നോ വാക്കുകൾ കടമെടുക്കുന്നത് പോലെയല്ല ഇത്. ഭാഷയുടെ ബേസിക് സ്ട്രക്ചർ ഒന്ന് തന്നെയായിരുന്നു. റോമ സാമ്രാജ്യം ഉണ്ടാകുന്നതിന് മുൻപ്, അരിസ്റ്റോട്ടിൽ തത്വചിന്ത എഴുതുന്നതിന് മുൻപ്, BC 400 ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഒരു ജീനിയസ് ആയിരുന്നു പാണിനി. അദ്ദേഹം എഴുതിയ സംസ്കൃതത്തിലുള്ള പുസ്തകമാണ് അഷ്ടാധ്യായി. വെറും 4000 നിയമങ്ങൾ കൊണ്ട് അദ്ദേഹം സംസ്കൃത ഭാഷയെ മൊത്തമായി ഡിസൈൻ ചെയ്തു. വെസ്റ്റേൺ ലാംഗ്വേജ് സയന്റിസ്റ്റുകൾക്ക് പോലും അടുത്ത 2000 വർഷം കൊണ്ട് പോലും ചിന്തിക്കാൻ പറ്റാത്ത പെർഫെക്ഷൻ. ഇതൊരു സാധാരണ ഗ്രാമർ പുസ്തകമല്ല, ഇതൊരു പക്ക അൽഗോരിതമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മോഡേൺ സയന്റിസ്റ്റുകൾ പറയുന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിന്, പ്രത്യേകിച്ച് AIക്ക് ഏറ്റവും അനുയോജ്യമായ ഭാഷ സംസ്കൃതമാണെന്ന്. പാണിനി 2400 വർഷം മുമ്പ് ചെയ്തത് ഇന്നത്തെ കമ്പ്യൂട്ടർ കോഡിങ്ങിന് തുല്യമായ ഒന്നായിരുന്നു. അതുകൊണ്ട് 3000 വർഷം മുൻപ് സംസ്കൃതം എങ്ങനെയാണോ സംസാരിച്ചിരുന്നത്, അതേ കൃത്യതയോടെ ഇന്നും അത് നിലനിൽക്കുന്നു. ലോകത്തിലെ മറ്റ് വലിയ ഭാഷകളൊക്കെ പല രാജ്യങ്ങളിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ലാറ്റിൻ ഭാഷ പടർന്നത് റോമൻ പട്ടാളക്കാർ വാളും പിടിച്ച് യുദ്ധം ചെയ്യാൻ പോയതുകൊണ്ടാണ്. ഇംഗ്ലീഷ് ഭാഷ ലോകം മൊത്തം ആളുകൾ സംസാരിക്കാൻ തുടങ്ങിയത് ഇംഗ്ലീഷുകാർ തോക്കുമെടുത്ത് വന്ന് മറ്റു രാജ്യങ്ങൾ പിടിച്ചടക്കിയതുകൊണ്ടാണ്. പക്ഷേ സംസ്കൃതത്തിന്റെ പിന്നിൽ ഒരു സൈന്യവും ഉണ്ടായിരുന്നില്ല. ഒരു രാജാവും വാളെടുത്ത് പോയി യുദ്ധം ചെയ്ത് ഈ ഭാഷ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിച്ചിട്ടില്ല. എന്നിട്ടും അത് ലോകം മൊത്തം അതിന്റെ ഭൗതികമായ മികവ് കണ്ട് ലോകം അതിനെ സ്വയം സ്വീകരിക്കുകയായിരുന്നു. ഒരു കാലത്ത് പഠിക്കാൻ വേണ്ടി ലോകത്തിലെ പല ഭാഗത്തു നിന്നും ആളുകൾ ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തിയിരുന്നു. നമ്മുടെ തക്ഷശിലയും നളന്തയും ഒക്കെ ഓർമ്മയില്ലേ? അങ്ങനെ വന്നവർ ഈ ഭാഷയുടെ ഭംഗി കണ്ട് ഇത് സ്വയം പഠിച്ച് കൂടെ കൂട്ടുകയായിരുന്നു. നിങ്ങൾ കംബോഡിയയിലെ ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമായ അങ്കോർ വാട്ടിൽ പോയാൽ അവിടെ പാറപ്പുറത്ത് കൊത്തിവെച്ചിരിക്കുന്ന എഴുത്തുകൾ കാണാം. അത് സംസ്കൃതത്തിലാണ്. തായ്ലൻഡ്, ഇന്തോനേഷ്യ, ടിബറ്റ് എന്നീ രാജ്യങ്ങളിലെ ഭാഷകൾ നോക്കിയാൽ അതിലൊക്കെ സംസ്കൃതത്തിന്റെ വലിയ സ്വാധീനം കാണും. നമ്മുടെ വേദങ്ങളും ഭഗവത്ഗീതയും മാത്രമല്ല, ബുദ്ധമതത്തിന്റെ വലിയ വലിയ തത്വചിന്തകളും പുസ്തകങ്ങളും ഒക്കെ എഴുതപ്പെട്ടത് സംസ്കൃതത്തിലാണ്. എന്നാൽ ഇതൊരു മതപരമായ ഭാഷ മാത്രമാണെന്ന് ആരും കരുതരുത്. ഇന്നത്തെ മോഡേൺ സയൻസിന്റെയും കണക്കിന്റെയും ഒക്കെ മെയിൻ അടിത്തറ എന്താണ്? സീറോ. ഈ സീറോയെ വെറും ഒരു ശൂന്യതയായിട്ടല്ല, കൃത്യമായ പവറുള്ള ഒരു നമ്പറായി മാറ്റിയത് സംസ്കൃതത്തിൽ ചിന്തിച്ച ആര്യഭടനും ബ്രഹ്മദത്തനും ഒക്കെ അടങ്ങിയ ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞനാണ്. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന 1 2 3 എന്ന നമ്പറിംഗ് സിസ്റ്റം ഇന്ത്യയിൽ നിന്ന് അറബിക വഴിയാണ് യൂറോപ്പിലെത്തുന്നത്. അതായത് ഇന്നത്തെ സൂപ്പർ കമ്പ്യൂട്ടറുകൾ വരെ വർക്ക് ചെയ്യുന്നത് സംസ്കൃതം തന്ന ആ ബേസിലാണ്. ലാറ്റിൻ ഭാഷ കാലം കഴിഞ്ഞപ്പോൾ സ്വയം മാറിമറിഞ്ഞ് ഫ്രഞ്ച്, സ്പാനിഷ്, ഇറ്റാലിയൻ ഭാഷകളായി മാറി. അതായത് ലാറ്റിൻ ഭാഷ ഇല്ലാതായി, അത് പുതിയ ഭാഷകളായി രൂപപ്പെട്ടു. സംസ്കൃതം ഒരു മാറ്റവുമില്ലാതെ അങ്ങനെ തന്നെ നിന്നു. അതിൻ്റെ കൂടെ തന്നെ സാധാരണക്കാർ സംസാരിക്കുന്ന പ്രാകൃത് ഭാഷകളും ഉണ്ടായിരുന്നു. കാലം കഴിഞ്ഞപ്പോൾ ഈ പ്രാകൃത് ഭാഷകൾ മാറിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഹിന്ദി, ബംഗാളി, മറാഠി, ഗുജറാത്തി ഒക്കെ ഉണ്ടായത്. ഇന്നത്തെ ഹിന്ദി പോലും സംസ്കൃതത്തിൽ നിന്ന് വന്നതാണ്. എന്നാൽ സംസ്കൃതം സ്വയം ഒട്ടും മാറിയിട്ടില്ല. അതൊരു മാറ്റവുമില്ലാതെ പണ്ടത്തെ അതേ കൃത്യതയോടെ അങ്ങനെ തന്നെ. ഇന്ന് ഇന്ത്യയിൽ 25,000-ൽ താഴെ ആളുകൾ മാത്രമേ ഇത് മാതൃഭാഷയായി സംസാരിക്കുന്നുള്ളൂ. എങ്കിലും ഇത് നമ്മുടെ സംസാരത്തിലും ചിന്തയിലും സംസ്കാരത്തിലും ഇപ്പോഴും ജീവിക്കുന്നുണ്ട്, നമ്മൾ അറിയാതെ തന്നെ. അപ്പോൾ ഇതാണ് സംസ്കൃതത്തിൻ്റെ യഥാർത്ഥ കഥ. ആയുധമില്ലാതെ ലോകത്തിൻ്റെ പകുതി ഭാഷകളെ സ്വാധീനിച്ച,
കമ്പ്യൂട്ടർ കോഡിങ്ങിനെ വെല്ലുന്ന വ്യാകരണമുള്ള നമ്മുടെ സ്വന്തം ഭാഷ. നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നൈൽ ഡീകോഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സംസ്കൃതത്തിൻ്റെ ഒറിജിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. താങ്ക് യു.